കൃഷിയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും ഇവിടെ പങ്കെടുക്കുന്ന ഈ വീഡിയോ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ആ വീഡിയോയിലൂടെ എന്താണ് നാം പരിചയപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത്. കാരണം കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 25-ലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്ന, ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന 25% മുതൽ 40% വരെ ചെലവ് കുറച്ച് 25% മുതൽ 50% വരെ വിളവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നാനോ ബയോ ജൈവ വളങ്ങളെ കുറിച്ചാണ് നാം ഇന്നിവിടെ പ്രതിപാദിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം കാർഷിക മേഖലയിൽ കർഷകർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളെയാണ് നാം ഇന്നിവിടെ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ പങ്കെടുക്കുന്നവർ പൂർണ്ണമായിട്ടും ഇതിനെ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കർഷകരോടുള്ള ഒരു അപേക്ഷ, നിങ്ങൾക്ക് എത്ര ഉണ്ടെങ്കിലും ഒരു ഭാഗമെങ്കിലും നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ആവുക എന്നുള്ളതാണ്. കാരണം പല വളങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്, വർഷാവർഷം വളങ്ങൾ നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നാം ഓരോരുത്തരും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്ഥിരമായി ഒരു വളങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലേക്ക് സസ്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിൽ വരുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്ന അതിനൂതന സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് നാം ഇന്നിവിടെ പ്രതിപാദിക്കാൻ വേണ്ടി പോകുന്നത്. അത്രയ്ക്കും ഗുണനിലവാരമുള്ള, ഇസ്രായേലിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക ഉൽപാദന വിപണന കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമായ കേരളത്തിന്റെ വലിപ്പം പോലുമില്ലാത്ത ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നാം ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. അത് നമ്മൾ ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പല രൂപത്തിലും പല ഭാവത്തിലും പല നിറത്തിലുമുള്ള ബോട്ടിലുകളെയാണ് നമ്മൾ കാണുന്നത്. ഖരാവസ്ഥയിലുള്ള ചാക്ക് കണക്കിനുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി ബോട്ടിലുകളിലൂടെയുള്ള ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗം നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ചാക്ക് കണക്കിന് കെട്ടിക്കൊണ്ടുപോകേണ്ട ലേബർ കോസ്റ്റ് വേണ്ട, കൈകളിൽ പിടിച്ചുകൊണ്ടുപോയി തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത്രയ്ക്കും സൂക്ഷ്മമായ അത്യാധുനിക ടെക്നോളജി ഇന്ന് കാർഷിക മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെക്നോളജി ഉപയോഗിക്കുന്നവൻ വളരും, ടെക്നോളജി ഉപയോഗിക്കാത്തവൻ തളരും എന്ന ഈ നൂറ്റാണ്ടിന്റെ ആപ്തവാക്യം. കാരണം എല്ലാം ലോകത്തിന്റെ ടെക്നോളജിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ US-ലോ UK-ലോ ഉള്ള ആൾക്കാരുമായി വീഡിയോ കോളിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ ഇന്ന് ഒരു ടെക്നോളജിയുടെ ഫലമായാണ്. എന്തുകൊണ്ട് കാർഷിക മേഖലയിലേക്ക് നമ്മൾ പാരമ്പര്യമായിട്ട് രീതിയെ അവലംബിക്കുന്നു, ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവുന്നില്ല എന്നൊരു ചോദ്യചിഹ്നം ഓരോ കർഷകരിലേക്കും ഇടുകയാണ്. കാരണം നമ്മൾ പലതരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നു. ഓരോ വർഷവും കോഴിവളം കിട്ടുമ്പോൾ കോഴിവളം ഇടുന്നു, ചാണകവളം ഇടുന്നു, മറ്റ് രാസവളങ്ങൾ ഇടുന്നു, മറ്റു രീതിയിലുള്ള എല്ലാ വളങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ കാർഷിക മേഖലയിലെ വിളവ് കുറഞ്ഞു വരുന്നു. മണ്ണിൽ ഉണ്ടാകുന്ന മൂലകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു, സൂക്ഷ്മാണുക്കൾ കുറഞ്ഞു വരുന്നു, മണ്ണിരകളുടെ സാന്നിധ്യം കുറഞ്ഞു വരുന്നു, മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ആകുന്നില്ല തുടങ്ങി പലവിധ തരത്തിലുള്ള പ്രോബ്ലംസിനെ നാം ഇന്ന് അഭിമുഖീകരിക്കുമ്പോൾ അവയൊക്കെ ഒരു കുടക്കീഴിൽ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യകളെ കുറിച്ചാണ് നാം ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ കർഷകരിലേക്കും ഒരു റിക്വസ്റ്റ് ഇട്ടത്, നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ചെറിയൊരു ഭാഗമെങ്കിലും നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവൂ. മറ്റേതിപ്പോ എല്ലാ രീതിയിലും നിങ്ങളുടെ വളങ്ങൾ നിങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് ഉപയോഗിച്ചോളൂ. ഇതിന്റെ ഗുണനിലവാരം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് 25 വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ ഈ ഉൽപ്പന്നങ്ങൾ നിലവിലുള്ളത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ഉൽപ്പന്നങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഞാൻ ഇന്നിവിടെ ഒരു 3 പിക്ചർ നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ടെക്നോളജി ഉപയോഗിക്കുന്നവൻ വളരും, ടെക്നോളജി ഉപയോഗിക്കാത്തവൻ തളരും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ടെക്നോളജി ഉപയോഗിക്കാതെ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായ ഒരു കാലത്ത് ജനങ്ങളുടെ ജനഹൃദയമായിരുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു സാമ്പിളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാകാതിരിക്കുമ്പോൾ മാർക്കറ്റിൽ നിന്നും അപ്രസ്തുതമാകും. അത് കാർഷിക മേഖലയായിക്കോട്ടെ, ഇലക്ട്രോണിക്സ് മേഖലയായിക്കോട്ടെ, ഭക്ഷ്യ വിതരണ മേഖലയായിക്കോട്ടെ, ഒരു കടയായിക്കോട്ടെ, എല്ലാം നമുക്ക് അത്തരത്തിൽ തന്നെയാണ്. അത്തരത്തിൽ നമുക്കും കാർഷിക മേഖലയിലേക്ക് പുതിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാം എന്ന് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് നേരിട്ടെത്തിക്കുന്നത്. അതേപോലെ തന്നെ 1990-ൽ ഇന്ത്യയിലെ ജൈവ കാർഷിക മേഖലയെ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിതമായ അജയ് ബയോടെക് എന്ന് പറയുന്ന
കമ്പനിയാണ് നമ്മുടെ ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി, നെറ്റ്സർഫ് റിസർച്ച് ലാബ്, ഓരോ ഉൽപ്പന്നങ്ങളും നെറ്റ്സർഫ് റിസർച്ച് ലാബിലൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. മൈലാബ് എന്ന് പറയുന്ന ഏഷ്യയിലെ നമ്പർ 1 ലാബ്, വുഹു എന്ന് പറയുന്ന കമ്പനി, ഗ്രിൻ എന്ന് പറയുന്ന വെർട്ടിക്കൽ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്പനി, കർഷകരിലേക്ക് ഡിസ്കൗണ്ടോടുകൂടി നേരിട്ട് വളങ്ങൾ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് നമ്മുടെ നെറ്റ്സർഫ് എന്ന് പറയുന്നത്. ഇതൊരു കമ്പനിയല്ല സുഹൃത്തുക്കളെ, ഇതൊരു പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ 25ലധികം സംസ്ഥാനങ്ങളിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന 25ലധികം വർഷമായി സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ കർഷകരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇത് 100% ഉപയോഗിക്കാം എന്ന ഈ അവസരത്തിൽ കോൺഫിഡൻസോടുകൂടി ആത്മാർത്ഥമായി കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന് കേരളത്തിലുള്ള, കർണാടകയിലുള്ള, തമിഴ്നാട്ടിലുള്ള, ആന്ധ്രാപ്രദേശിലുള്ള മുഴുവൻ വിളകൾക്കും എനിക്ക് നൽകുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണനിലവാരമാണ്. അത് കർഷകർ വീണ്ടും വീണ്ടും കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന കസ്റ്റമർ എന്റെ കയ്യിലുണ്ട്. 4 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന കർഷകരുണ്ട്. 3 വർഷക്കാലമായി, 2 വർഷക്കാലമായി, 1 വർഷക്കാലമായി, ഈ വർഷം ആരംഭിക്കുന്ന കർഷകർ കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റു വളങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ നെറ്റ്സർഫിന്റെ വളങ്ങൾ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. വേറൊരു വളപ്രയോഗവും കൊടുക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഫോബ്സ് മീഡിയ ആയിക്കോട്ടെ, ടൈംസ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, ദ ഹിന്ദു ആയിക്കോട്ടെ, തുടങ്ങി ഇവിടെ കാണുന്ന ഓരോ മാധ്യമങ്ങളും കർഷകരിലേക്ക് ഓരോ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു, പല നിറത്തിലും പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള കുപ്പികൾ ചാക്ക് കണക്കിലുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി കുപ്പികളിലേക്ക് മാറുമ്പോൾ 25% മുതൽ 40% വരെ ചെലവ് കുറച്ചുകൊണ്ട് 25% മുതൽ 50% വരെ വിളവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന 100% ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസേർട്ടിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ 100% നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ്. മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ സൂക്ഷ്മാണുക്കൾക്കോ ഒരു പ്രോബ്ലവും ഇല്ലാതെ മണ്ണിന്റെ മൂലകങ്ങളെ പരിപോഷിപ്പിച്ചുകൊണ്ട് വളക്കൂറിനെ വർദ്ധിപ്പിക്കുന്ന അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാകുമ്പോൾ നമുക്ക് സസ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവ എങ്ങനെയാണ് അതിന്റെ ഘടകങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഹൗ പ്ലാന്റ്സ് മേക്സ് ഫുഡ്. ഒരു സസ്യം എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, മിനറൽസ്, വാട്ടർ, ലൈറ്റ് എനർജി തുടങ്ങിയവയിലൂടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഗ്രോത്തിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻസ് ഘടകങ്ങൾ എന്താണ്? സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ബയോ സ്റ്റിമുലൻസ് തുടങ്ങിയവയൊക്കെയാണ് നമുക്ക് വേണ്ടത്. അവയൊക്കെ ഒരു കുടക്കീഴിൽ അടങ്ങി നിരക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് നമ്മുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സസ്യങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ട്, അല്ലെ? രോഗങ്ങളുണ്ട്. മനുഷ്യരെ പോലെ തന്നെ സസ്യങ്ങൾക്ക് ഇന്ന് രോഗങ്ങളുണ്ട്. മണ്ണ് മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു എന്നുള്ളതാണ്. ആ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വീണ്ടെടുക്കുമ്പോൾ ഇന്ന് പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസിയിലൂടെ മൂലമുണ്ടാകുന്ന കരിച്ചലിനെയും മഞ്ഞളിപ്പിനെയും റൂട്ടിന്റെ അഭാവങ്ങളെയും നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇൻസെക്റ്റിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്കിൽ നിന്നും നമുക്ക് സസ്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. ഓവർഡോസ്, വൈറസിന്റെയും ഫംഗലിന്റെയും ബാക്ടീരിയകളുടെയും രോഗബാധിതയിൽ നിന്നും സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു. അത്തരത്തിൽ മണ്ണിന്റെ വളക്കൂറിൽ നമുക്ക് മാറ്റിയെടുക്കാം. എങ്ങനെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഒരു സസ്യങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ? സസ്യങ്ങൾക്ക് ഇന്ന് ലോകത്ത് എവിടെ പോയി കഴിയുമ്പോഴും 3 ഘടകങ്ങളാണ് വേണ്ടത്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, നമുക്ക് 3 ഘടകങ്ങളാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ന്യൂട്രിയൻസ്, മൂലകങ്ങളാണ്. മൂലകങ്ങളിൽ തന്നെ പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിങ്ങനെയുള്ള 14 അതിപ്രധാനമായിട്ടുള്ള മൂലകങ്ങളെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നു. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട 3 മൂലകങ്ങളാണ്. പ്രധാന മൂലകങ്ങളിൽ പെട്ടെന്നാണ് NPK, യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ ഒരു കർഷകന് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. NPK എന്ന് പറയുന്നത്, ആ NPK അന്തരീക്ഷത്തിലുള്ള 78%-ലധികം വരുന്ന നൈട്രജൻ ആണ് എന്ന് ഒരു കർഷകനോ ഒരു കുട്ടിക്ക് പോലും സംശയം ഉണ്ടാവില്ല. ആ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി കൊടുക്കുവാനുള്ള ബാക്ടീരിയകളുടെ അഭാവമാണ് ഇന്ന് സസ്യങ്ങൾക്ക് നൈട്രജന്റെ അഭാവം ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ 30 വർഷം 40 വർഷം മുന്നേയുള്ള നമ്മുടെ മണ്ണിനെ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. രാസവളം ഉപയോഗിക്കാത്ത മണ്ണിലെ മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കാനുള്ള ബാക്ടീരിയകൾ ഉള്ള വളക്കൂറുള്ള മണ്ണായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ രാസവളത്തിന്റെയും കെമിക്കലിന്റെയും അമിതമായ ഉപയോഗം മൂലം മണ്ണിരകളും മണ്ണിലെ സൂക്ഷ്മാണുക്കളും സൂക്ഷ്മജീവികൾ എന്തിനു പറഞ്ഞു, ചെറു തവളകളും ചെറു പ്രാണികൾ പോലും ഇന്ന് മണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടാണുള്ളത്.
ആ അപ്രത്യക്ഷമായതിനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകൾ അടങ്ങിയ അസിറ്റോബാക്ടർ ബാക്ടീരിയകൾ അടങ്ങിയ പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ഫോസ്ഫേറ്റ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ഈ അതിനൂതന സാങ്കേതിക വിദ്യയായ കൈകളിൽ പിടിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ചെലവ് കുറഞ്ഞ വളപ്രയോഗ രീതി നമ്മുടെ സസ്യങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. രണ്ടാമത്തെ അതിപ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വളപ്രയോഗവും അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കൾ എന്ന് പറയുന്നത്, സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്ന ഷേത്ത് എന്ന് പറയുന്നത്. ഷേത്ത് എന്ന് പറയുന്നത് മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള, മണ്ണിന്റെ വളക്കൂറിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഷേത്ത് എന്ന് പറയുന്നത്. ആ ബോട്ടിലിന്റെ നിറം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മണ്ണിന്റെ വളക്കൂറ് 5 ടണ്ണ് കാലിവെള്ളത്തിന് അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് ഷേത്ത് എന്ന് പറയുന്നത്. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചെടുത്ത് എൻ്റെ യൂട്യൂബ് വീഡിയോകളൊക്കെ കാണുന്നവർക്ക് മനസ്സിലാകും 4.8 നിന്നും 6.5 മുകളിലേക്കുള്ള ഒരു മാറ്റം pH ലെവലിൽ ഉണ്ടാക്കുവാൻ വേണ്ടി സാധിച്ചു. മണ്ണിരകളുടെ മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ നൂതനമായിട്ടുള്ള ഒരു കാർഷിക മേഖലയിൽ കർഷകന് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്ന പരിഹാരത്തിലേക്കുള്ള ഒരു വഴിയായി നമ്മുടെ വളപ്രയോഗം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സസ്യത്തിന്റെ നാച്ചുറൽ ആയിട്ട് ഡിഫൻസ് സിസ്റ്റം, രോഗപ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. രോഗപ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാ വിളകൾക്കും മനുഷ്യർക്കുള്ള പോലെ മൃഗങ്ങൾക്കുള്ളതുപോലെ രോഗപ്രതിരോധ ശേഷിയുണ്ട്. ആ രോഗപ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ, ഉദാഹരണത്തിന് നോക്കുകയാണ് മരച്ചീനി, കപ്പയെ നോക്കിയാൽ മതി. കപ്പയുടെ അറ്റം മുറിച്ചു കഴിഞ്ഞാൽ അതിന് കയ്പ് രസം ഉൽപ്പാദിപ്പിക്കും. കാരണം ശത്രുക്കൾ അതിനെ ആക്രമിക്കാൻ വന്ന് പകുതിക്ക് പോയി കഴിഞ്ഞാൽ അതിനെ വീണ്ടും കഴിക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. എലിയോ അല്ലെങ്കിൽ തൊരപ്പനോ പോലുള്ള, പെരിച്ചാഴിയോ പോലുള്ള കപ്പയെ നശിപ്പിക്കുന്ന ജീവികൾക്ക് ഒരു ഒരു പ്രതിരോധമായിട്ടാണ് അത്തരത്തിലുള്ള കയ്പ് രസം ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ ഓരോ വിളകൾക്കും അതിൻ്റെതായതുണ്ട്. പക്ഷെ ഇന്ന് അവയൊക്കെ നഷ്ടപ്പെട്ടു, രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷേത്ത് ഉപയോഗിക്കുമ്പോൾ കുമ്മായി ഉപയോഗിക്കേണ്ട ആവശ്യകതയില്ല. ഇന്ന് എല്ലാവരും കുമ്മായി ഉപയോഗിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് കുമ്മായി ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത്? കൃഷി ഓഫീസർമാർ പോലും കുമ്മായത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോഴും എന്നോട് പലപ്പോഴും പല കർഷകരും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് സാർ കുമ്മായം ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന മണ്ണിലൂടെ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പദാർത്ഥമായിട്ടുള്ള രാസപദാർത്ഥമാണ് കുമ്മായം എന്ന് പറയുന്നത്. ആ കുമ്മായം നമ്മൾ മണ്ണിലിട്ട് ഇടുമ്പോൾ സൂക്ഷ്മാണുക്കളായിക്കോട്ടെ, മണ്ണിരകളായിക്കോട്ടെ, ചെറു പ്രാണികളായിക്കോട്ടെ, ചെറു തവളകളായിക്കോട്ടെ, അവയൊക്കെ മണ്ണിൽ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആ നശിപ്പിച്ച മണ്ണിനെയാണ് നമ്മൾ വീണ്ടും വളപ്രയോഗത്തിലൂടെ വീണ്ടും ഉത്തേജിപ്പിക്കുവാൻ വേണ്ടി നോക്കുന്നത്. ആ ഒരു ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ മണ്ണിരകൾ മണ്ണിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു, സൂക്ഷ്മാണുക്കൾ അപ്രത്യക്ഷമാകുന്നു. അതിലൂടെ സസ്യങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കാതെ അത് ക്ഷയിച്ചു പോകുന്നു. വളപ്രയോഗം നമുക്ക് വിളവ് കൂടുതൽ നൽകുന്നില്ല. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? നമ്മളെപ്പോഴും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഉദാഹരണത്തിന് നോക്കിയാൽ മനുഷ്യന്റെ വയറ്റിൽ വിരയുണ്ട്, നല്ലോണം വിരയുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് കയറുവോ? അല്ലെങ്കിൽ അത് ശരീരത്തിന് ഏൽക്കുവോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്താ? ആ ഭക്ഷണം മുഴുവൻ പോകുന്നത് വേറൊരു ദിശയിലേക്കാണ്. അതുപോലെ തന്നെയാണ് മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാതെ നമ്മൾ വളപ്രയോഗം കൊടുത്തു കഴിഞ്ഞാൽ ആ വളങ്ങൾ സസ്യത്തിന് ലഭിക്കാതെ അത് മറ്റെവിടെയൊക്കെയോ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ആ മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ രാസവളം കൊടുക്കാറുണ്ട്. രാസവളം കൊടുക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുന്ന ഒരു ഘടകമുണ്ട്, മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് നമ്മൾ രാസവളം കൊടുക്കുക എന്ന് പറയുന്നതാണ്. കൃത്രിമമായി ശ്വാസം കൊടുക്കുന്നതാണ്. ആ വള്ളി, ആ പൈപ്പ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരിക്കുന്നത് പോലെ ഒരു സമയത്തിനപ്പുറം ആ കൃത്രിമമായിട്ടുള്ള ശ്വാസവും സസ്യത്തിന് വലിയ ഗുണങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് മണ്ണൊക്കെ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മണ്ണിനെ നമ്മൾ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ സസ്യത്തിന് നമുക്ക് വീണ്ടും പുതിയ ഒരു ഉണർവ് നൽകാൻ വേണ്ടി സാധിക്കും, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ കൂടുതൽ വിളവിലേക്ക് നയിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മൂന്നാമത്തെ ഘടകമാണ്. ഒന്നാമത്തെ ഘടകം മൂലകങ്ങളെ കുറിച്ച് പഠിച്ചെങ്കിൽ, രണ്ടാമത്തെ ഘടകം നമ്മുടെ സൂക്ഷ്മാണുക്കളും അതുപോലെ തന്നെ നമ്മുടെ വളപ്രയോഗവുമാണെങ്കിൽ, മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സ്റ്റിം റിച്ച് എന്ന് പറയുന്ന അതിൽ തന്നെ പേരുണ്ട്. ഒരു സസ്യത്തെ റിച്ച് ആക്കി മാറ്റുന്ന, വേര് മുതൽ സസ്യത്തിന്റെ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന, ഒരേ സമയം കായ്ക്കുവാനും ഒരേ സമയം പുഷ്പിക്കുവാനും വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പൾവിക് ഹ്യൂമിക് ആസിഡിന്റെയും അതുപോലെ തന്നെ CBD എക്സ്ട്രാക്ടിന്റെയും ഒരു മിശ്രിതമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ സസ്യത്തിന്റെ ആ പച്ച ബോട്ടിൽ തന്നെ കാണാനുണ്ട്. സസ്യത്തിന്റെ ഹരിതാപത്തെ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കുന്നു. പ്രകാശ സംശ്ലേഷണം കൃത്യമായി നടത്തി സസ്യത്തിന്റെ ആഹാരവും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും മറ്റു മൂലകങ്ങളും ഒക്കെ കൃത്യമായി എത്തിച്ചു കൊടുക്കുവാനും വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിച്ച്, വെളുത്ത വേരുകളും കറുത്ത വേരുകളുമാണ് സസ്യങ്ങൾക്കുള്ളത്. അതിൽ വെളുത്ത വേരുകൾ എന്ന് പറയുന്നത് സസ്യത്തിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ സസ്യത്തിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കറുത്ത വേർ തായ് വേരാണ്, അത് വെള്ളം ശേഖരിക്കുന്ന വേരാണ്. ഈ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സസ്യത്തിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങൾ എത്തിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഇന്നൊരു പക്ഷേ വെളുത്ത വേരുകളുടെ സാന്നിധ്യം നമുക്ക് കുറവാണ്. കാരണം മണ്ണിൽ പോഷകാഹാരങ്ങളില്ല. നമ്മുടെ NPKയും ഷേത്തും സ്റ്റിംറിച്ചും ഉപയോഗിച്ച് കഴിയുമ്പോൾ മണ്ണിലുള്ള പോഷകാഹാരങ്ങൾ വരുന്നു, വെളുത്ത വേരുകൾ ഉണ്ടാകുന്നു, സസ്യത്തിന് കൂടുതൽ ഉണർവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള 2 ചിത്രങ്ങളെയാണ് ഈ സ്ക്രീനിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത്. ഈ വലതുഭാഗത്ത് ഉപയോഗിച്ചതും ഇടതുഭാഗത്ത് ഉപയോഗിക്കാത്തതുമായിട്ടുള്ളതാണ്. അതായത് സീഡ് ജെർമിനേഷൻ, വിത്ത് സംസ്കരണം മുതൽ നമുക്ക് ഉപയോഗിക്കാം. 90 മുതൽ 92% വരെ സീഡും വിത്തും മുളയ്ക്കുന്നതിന് വേണ്ടി സ്റ്റിംറിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ 100% മുളയ്ക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇതിന്റെ വെളുത്ത വേരുകൾ നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും. വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ അതുപോലെ തന്നെ ലീഫിന്റെ സ്റ്റേജിൽ വളർച്ചയുടെ ത്വരിതഗതിയിലാക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ഗ്രോത്തിന്റെ സമയത്തും നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഫ്ലവറിംഗ് സ്റ്റേജ്, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഒരേ സമയം ഫ്ലവർ ഇടുന്നു, ഒരേ സമയം പൂക്കുന്നു, ഒരേ സമയം കായ്ക്കുന്നു, ഒരേ സമയം വിളവെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. ഒരേ ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്വാളിറ്റിയിലായിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ വിളകളെ എത്തിക്കുവാനും മാർക്കറ്റിലേക്ക് കൂടുതൽ ഉയർന്ന ഗുണനിലവാരത്തിലേക്കുള്ള ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നമുക്ക് മാറ്റുവാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ചെറിയ ചെറിയ വീഡിയോകളാണിത്. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ നിങ്ങൾക്ക് അതിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ഈ ഒരൊറ്റ മാത്രം പറഞ്ഞതുകൊണ്ട് നിർത്താം. 2021 മുതൽ 2025 വളങ്ങൾ എടുത്ത ചുള്ളിക്കര, കാസർഗോഡിലെ ചുള്ളിക്കരയിലെ പ്രിയപ്പെട്ട ബെന്നി സാറിന്റെ തോട്ടമാണിത്. കവുങ്ങിലേക്ക് 2021 ഉപയോഗിക്കുമ്പോഴും 2022 ഉപയോഗിക്കുമ്പോഴും 2023 ഉപയോഗിക്കുമ്പോഴും ഉണ്ടായ ഒരു മാറ്റമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത്. 24 കഴിഞ്ഞ് 25 ഈ വർഷം ഇപ്പോൾ ഓൾറെഡി അദ്ദേഹം 50,000 രൂപയുടെ വളം ഇന്ന് അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ. അത്രയ്ക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ട് കർഷകരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു, പച്ചക്കറികളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇതാണ് ഞാൻ കുമ്മായം ഉപയോഗിച്ചതിലൂടെ കുമ്മായം മിക്സ് ചെയ്ത മണ്ണിലേക്ക് മണ്ണിരകളെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പരീക്ഷണമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഒരു വീഡിയോ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് നേരിട്ട് അയച്ചു തരാം. അതിലൂടെ മണ്ണിരകൾ ഒരു 30 നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മെടഞ്ഞു മരിച്ചു പോകുന്നത് കുമ്മായത്തിൽ വീണ മണ്ണിരകളെ, ഡോളോമേറ്റിൽ വീണ മണ്ണിരകളെ, രാസവളത്തിൽ വീണ മണ്ണിരകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ ഇന്റീരിയർ ഗാർഡനിങ്, മഞ്ഞളിപ്പിൽ മാറ്റമുണ്ടാകുന്നു തുടങ്ങി പല തരത്തിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് ഇന്നിവിടെ. അതുപോലെ ഇന്റീരിയർ ഗാർഡനിങ്ങിനൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നങ്ങൾ നമുക്കിടയിലുണ്ട്. അതിന്റെയൊക്കെ റിസൾട്ടാണ് നെല്ലിന് ഉപയോഗിച്ചതിന്റെ, പച്ചക്കറികളിൽ ഉപയോഗിച്ചതിന്റെ, കവുങ്ങ് കൃഷിയിൽ കർഷകന്റെ അനുഭവങ്ങൾ, നെൽകൃഷിയിലെ അനുഭവങ്ങൾ തുടങ്ങി ഇന്ന് കാർഷിക മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാ വിളകൾക്കും തന്നെ കർഷകർ ഉപയോഗിക്കുകയും അതിലൂടെ 100% വിളവ് നേടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കർഷകർക്ക് 100% ഗ്യാരണ്ടിയോടുകൂടി ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വളപ്രയോഗത്തിന് വേണ്ടി ഉപയോഗിച്ച ഈ 5 നമ്മൾ മനസ്സിലാക്കിയ NPK, യൂറിയ, മഷൂരി, പൊട്ടാഷ്, ഷേത്ത്, സ്റ്റിംറിച്ച് തുടങ്ങിയ 5 ഉൽപ്പന്നങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടുതൽ വിളവിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു കാരണവശാലും കെമിക്കലോ അതുപോലെ തന്നെ സോപ്പ് പൊടി ഉപയോഗിച്ച ബക്കറ്റോ ഡ്രമ്മോ സ്പ്രേയറോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പാടില്ല. മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. മറ്റു വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞതാണെങ്കിൽ 15 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റു വളങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യകതയില്ല. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 15 ദിവസത്തിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് 24 hours തരുവാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾ ഇന്ന്
ഈ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്കൗണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കുന്നതനുസരിച്ച് ഡിസ്കൗണ്ട് റേറ്റിലാണ് കർഷകരിലേക്ക് നേരിട്ട് എത്തിക്കുന്നത്. വെറും കൊറിയറിലൂടെ നിങ്ങൾക്ക് ചാക്കണക്കിന് വളപ്രയോഗങ്ങൾ ലോറിയോ വണ്ടിയോ ബൈക്കോ മറ്റ് കാറോ എന്തെങ്കിലും ആക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ വെറും DTDC കൊറിയറോ പ്രൊഫഷണൽ കൊറിയറിൽ ത്രൂ നിങ്ങളുടെ പക്കലിലേക്ക് നിങ്ങളുടെ അടുക്കലിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്ന അത്രയ്ക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ആക്റ്റീവ് സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള സർഫേസ് സ്പ്രെഡർ ആണ് നാം ഇവിടെ കാണുന്ന ബയോ90 എന്ന് പറയുന്നത്. അതിൽ ഇൻടാക്ട് എന്ന് പറയുന്നത് നമ്മുടെ കീടങ്ങളെ പ്രതിരോധിക്കാനുള്ളതും അതുപോലെ കണ്ണിൽ കാണുന്ന കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ഇൻടാക്ട്. റാപ്പപ്പിൽ നിന്ന് അതിനൂതന നാനോ ടെക്നോളജിയിലൂടെ നിർമ്മിച്ച ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഫംഗസിന് മൂലമുണ്ടാകുന്ന വൈറസിന് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ ഒരു പ്രിവെന്റീവ് ആയിട്ട് മുൻകൂട്ടി നമുക്ക് പ്രിവെന്റീവ് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഓർഗാനിക് ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു ആവരണം പോലെ സസ്യത്തിൽ നിൽക്കുകയും അതോടൊപ്പം തന്നെ സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുകയും ഗുഡ് ബാക്ടീരിയകൾ ബാഡ് ബാക്ടീരിയകളെ നശിപ്പിച്ച് ആ സസ്യത്തിനെ ഫംഗൽ ബാധിതയിൽ നിന്നും രക്ഷപ്പെടുത്തി കൂടുതൽ ആരോഗ്യകരമായ ഒരു ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി റാപ്പപ്പ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന എൻകൗണ്ടർ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. ഇത്രയുമാണ് നമ്മുടെ വളപ്രയോഗവും അതുപോലെ തന്നെ കീടനാശിനിയും ഫംഗസ് വൈറസിനെ പ്രതിരോധിക്കാൻ ഉൽപ്പന്നങ്ങളുമായിട്ടുള്ള കളനാശിനിയുമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നങ്ങൾ. ഞാൻ ഒന്നുകൂടി പറയാം, ഇത് ഉപയോഗിക്കുമ്പോൾ സസ്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിലാണ്. മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്, മറ്റു വളങ്ങൾ കൊടുക്കണ്ട. NPK എന്ന് പറഞ്ഞ രാസവളങ്ങൾ നമ്മൾ കൊടുക്കാതെ തന്നെ ജൈവികമായ രീതിയിൽ നാച്ചുറൽ ആയിട്ട് സസ്യത്തിന്റെ മൂലകങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ 5 ടൺ കാലിവളത്തിന്റെയും pH വാല്യൂ കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ടുള്ള മണ്ണിന്റെ വളക്കൂറിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ടുള്ള ഷേത്ത് എന്ന് പറയുന്ന ഉൽപ്പന്നം നമുക്കുണ്ട്. അതുപോലെ തന്നെ സ്റ്റിംറിച്ച് എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്ന പൾവിക്ക് ഹ്യൂമിക്ക് CBD എക്സ്ട്രാക്റ്റിനെ മിശ്രിതമായിട്ടുള്ള സ്റ്റിമുലന്റ് ആയിട്ടുള്ള സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നത്തിലൂടെ പച്ചപ്പിനെ വർദ്ധിപ്പിക്കുന്നു, വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, കാണ്ഡത്തിന്റെ സൈസിനെ വർദ്ധിപ്പിക്കുന്നു. ഒരേ സമയം പുഷ്പിക്കാനും കായ്ക്കുവാനും വിളവെടുക്കുവാനുള്ള ഒരു സാഹചര്യം കർഷകരിലേക്ക് എത്തിക്കുമ്പോൾ കൂടുതൽ വിളവിലേക്കും ഒരേ സമയം വിളവെടുത്തുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്താൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ഇൻടാക്ട്, ഫംഗസിനെ പ്രതിരോധിക്കാനുള്ള റാപ്പപ്പ്, അതുപോലെ സ്പ്രെഡറായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബയോ90, നമ്മുടെ കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന എൻകൗണ്ടർ എന്നിങ്ങനെയുള്ള 8ഓളം ഉൽപ്പന്നങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ അതിൽ വരുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് 36ലധികം വിറ്റമിൻസും പ്രോട്ടീൻസിന്റെയും എൻസൈംസിന്റെയും ഹെർബ്സ്, പ്രീബയോട്ടിക്സ് പ്രോബയോട്ടിക്സ് മിനറൽസ് ആൻഡ് ട്രേസ് എലമെന്റ്സും ന്യൂട്രിയൻസിന്റെയും മിശ്രിതമായ CFC+ എന്ന് പറയുന്ന വെറ്റ്പെറ്റ് എന്ന് പറയുന്ന ഇപ്പോൾ വെറ്റ്പെറ്റ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന 10 മുതൽ 15% വരെ പശുക്കളുടെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ, പാലിന്റെ കൊഴുപ്പിനെ വർദ്ധിപ്പിക്കുവാൻ, പാലിന്റെ റീഡിങ്ങിനെ വർദ്ധിപ്പിക്കുവാൻ, സസ്യത്തിന്റെ ആരോഗ്യസ്ഥിതിയെ പരിപോഷിപ്പിക്കുവാൻ, സസ്യത്തിന്റെ മെറ്റാബോളിസത്തെ ചേഞ്ച് ആക്കി ഒരു ആരോഗ്യകരമായ പശു വളർത്തലിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫീഡ് സപ്ലിമെന്റ് ആണ് പെറ്റ് എന്ന് പറയുന്നത്. അത് 10 മുതൽ 15% വരെ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നു. കോഴികൾക്കും പശുക്കൾക്കും അതുപോലെ തന്നെ കുതിരകൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നമാണ് പെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഇന്ന് ജൈവ മത്സ്യകൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള 3 ഉൽപ്പന്നങ്ങളാണ് ജലത്തെ ക്ലിയർ ചെയ്യുന്ന അക്വാ ക്ലിയർ, അതുപോലെ തന്നെ ജലത്തിന്റെ pH ലെവല് കൺട്രോൾ ചെയ്യുന്ന അക്വാകൾച്ചർ, അതുപോലെ മത്സ്യങ്ങൾക്ക് പെട്ടെന്ന് വളർച്ചയിൽ എത്തിക്കുവാനുള്ള ഓർഗാനിക് ഫീഡ് സപ്ലിമെന്റ് ആയ അക്വാ ഫീഡ് തുടങ്ങിയവ. ഇത്രയുമാണ് സസ്യങ്ങൾ ഇന്ന് ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം വളപ്രയോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര തോട്ടമുള്ള ഒരു വ്യക്തിയുമായിക്കോട്ടെ, ചെറിയൊരു ഭാഗമെങ്കിലും ഒരു തവണയെങ്കിലും നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ജൈവ ഓർഗാനിക് ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള 25% മുതൽ 40% വരെ ചെലവ് കുറക്കാൻ വേണ്ടി സാധിക്കുന്ന ഈ വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവൂ. അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് വളരെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാനും അതിലൂടെ ഒരു ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ണികളെ നമുക്ക് പ്രവർത്തിക്കാം. വരുന്ന തലമുറയ്ക്കെങ്കിലും, കാരണം വർദ്ധിച്ചു വരുന്ന രോഗങ്ങളെ, നമ്മുടെ ആരോഗ്യശൈലിയും ജീവിതശൈലിയും മാറുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളെ, ഭക്ഷണശൈലിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ ഒരു ഓർഗാനിക് സംസ്കാരത്തെ, കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തിക്കൊണ്ട് പുതിയ ഒരു മാറ്റത്തിലേക്കുള്ള വഴിതെളിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏവർക്കും ഇത് എന്നെ ശ്രവിച്ച
ഈ ഈ ഒരു ഈസ്റ്ററിന്റെ തലേ ദിവസമായിട്ടും ഇന്നിവിടെ പങ്കെടുക്കുകയും അതിലൂടെ പുതിയൊരു അറിവ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് പുത്തൻ ഉണർവ് കാർഷിക മേഖലയിൽ ഉണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പേര് നിതീഷ്, ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുന്നു, വിതരണം ചെയ്യുന്നു. കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞാൻ വിതരണം ചെയ്യുന്നു. ഇന്ന് ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും എനിക്ക് കൊടുക്കുവാനും അതിലൂടെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കർഷകരിലേക്ക് കൊടുക്കുവാനും സാധിച്ചു എന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സോമൻ സാറ് നമ്മോട് കൂടെ ഉണ്ട്. അദ്ദേഹമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ. കാരണം അദ്ദേഹവും ഏകദേശം 4-5 വർഷക്കാലമായി ഈ വളങ്ങൾ, ഈ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുകയും അതിലൂടെ മികച്ച വിളവും അതുപോലെ തന്നെ മികച്ച അനുഭവങ്ങളും കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്കും കൂടെ നോക്കാം. ഒരിക്കൽ കൂടി എന്നെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് നിതീഷ്, ഞാൻ കണ്ണൂരാണ്. എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നു. 8547666622 8547666622. ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ഡേറ്റ്സും കർഷകരുടെ അനുഭവങ്ങളും പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ചും ഒക്കെയുള്ള വീഡിയോകളും മറ്റ് അനുഭവങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഓവർ ടു യു സോമൻ സാർ. സാറേ നമസ്കാരം. നമസ്കാരം സോമൻ സാർ. നമ്മുടെ ക്ലോസിംഗ് എപ്പോഴാ, എത്രയാ ടൈം? നമുക്ക് 8:30 8:10 സമയമുണ്ട്. 8:40 വൈൻഡപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കർഷകരുടെ ഒരു അനുഭവം, ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചോദിക്കാനുള്ള ഒരു ടൈമാണ്. അപ്പൊ ഒരു 8:40 സാറിന് വൈൻഡപ്പ് ചെയ്യാം. അല്ല, ഞാനൊരു 2-3 മിനിറ്റ് അത്രേ ഉള്ളൂ. ഓക്കെ, സാറിന് ടൈം സാർ എടുത്തോളൂ. സാർ ഇത് ഇതുവരെ ഉപയോഗിക്കുകയും അതുപോലെ കർഷകരിലേക്ക് ലഭിച്ച റിസൾട്ടിന്റെ ഒക്കെ ഒരു ടൈം, അത് പറയുന്ന ടൈം സാർ എടുത്തു. അതിനുശേഷം കർഷകർക്ക് ഒരു അനുഭവങ്ങൾ, അതായത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ സാറേ. നമസ്കാരം. ഞാനപ്പോൾ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് സോമൻ. ഞാൻ പറഞ്ഞു, വീട് കോടാലിലാണ്, തൃശ്ശൂർ ജില്ലയിൽ കൊടകരയ്ക്കടുത്ത്. നിതീഷ് സാറ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ നെറ്റ് സർഫിൻ്റെ വളങ്ങളെക്കുറിച്ച് നല്ല വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി കർഷകർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൊഡക്റ്റുകൾ നമ്മൾ മേടിക്കുക, അത് കൃഷി രീതിയിൽ ഉപയോഗിക്കേണ്ട ചില ക്രമങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ അത് നിതീഷ് സാറ് പറഞ്ഞ മാതിരി നമ്മുടെ അത് മിക്സ് ചെയ്യേണ്ട വിധവും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അത് ചെയ്യുക, അതിലൂടെ നല്ലൊരു നേട്ടം കൈവരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NPK ഷെയ്ത്ത് സ്റ്റിംറിച്ച്, അത് ഞാനിവിടെ തൃശ്ശൂർ ജില്ല അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി എന്ന് പറയുന്നത് ജാതി കൃഷി, അതേമാതിരി കവുങ്ങ്, റംബുട്ടാൻ, മംഗോസ്റ്റിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് കർഷകർ ഇപ്പം എന്നെ ഫോൺ ചെയ്ത് വിളിക്കും, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും, ആ സ്പോട്ട് പോയി കാണും, അതിലെത്ര എന്തൊക്കെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കർഷകരിലേക്ക് പങ്കുവെക്കും. അപ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങൾ, പ്രൊഡക്റ്റുകൾ ഓർഡർ കൊടുക്കലും, അതേമാതിരി തന്നെ സ്പ്രേ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുവാനും ഞാൻ തയ്യാറാണ്. കാരണം എൻ്റെ അടുത്ത് മെഷീനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കർഷകർക്കാണെങ്കിൽ നമുക്ക് അവർ സ്പ്രേ ചെയ്യാനായിട്ട് ഇപ്പോൾ പമ്പോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യങ്ങളുമില്ല. കൃത്യമായിട്ട് നമ്മളത് കാലത്ത് ചെന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അപ്പോൾ അതിലേക്ക് വേണ്ട അടിവളമായിട്ട് നമ്മളിപ്പോൾ നിതീഷ് സാറ് പറഞ്ഞ മാതിരി NPK ഷെയ്ത്ത് സ്റ്റിംറിച്ച്, അപ്പോൾ അത് ജാതിക്ക് ഇത്ര ലിറ്റർ വെച്ച് അത് കൊടുക്കേണ്ട സംവിധാനവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ പ്രൊഡക്റ്റുകൾ അവരെ കൊണ്ട് മേടിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യലാണ് എൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അതിൽ നല്ല രീതിയിലുള്ള റിസൾട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കർഷകർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൊടുങ്ങല്ലൂരിലുള്ള ഒരു സിദ്ദിഖ് സാറിനെ ഞാൻ പരിചയപ്പെടുത്തി. സിദ്ദിഖ് സാറ് ഒട്ടനവധി കർഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഞാൻ നിതീഷ് സാറും കൊടുങ്ങല്ലൂർ ആളുടെ സ്ഥലം പോയി കണ്ട് അവിടുത്തെ ജാതി
കവുങ്ങ്, കുരുമുളക്, ഇതൊക്കെ ഞങ്ങൾ പോയി കണ്ടതാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു കർഷകൻ നമ്മളെ വിളിച്ച് സിദ്ദിഖ് സാറിന്റെ സ്ഥലം എവിടെയാണെന്നുള്ളതും അവിടെ ഇപ്പോൾ പോയി സന്ദർശനം നടത്തി കാര്യങ്ങളൊക്കെ വിലയിരുത്തി പോയിട്ടുണ്ട്. ആള് ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി തന്നെ കുരുമുളക് കൃഷിയിലേക്ക് നമുക്ക് തിരുവനന്തപുരത്തേക്ക് 2 സെറ്റ് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരുപാട് കർഷകർ ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ഏത് കൃഷി രീതിയിലേക്കാണ് എന്തൊക്കെ വേണ്ടത്, എത്ര സെറ്റ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തീരുമാനമെടുത്ത് പെട്ടെന്ന് തന്നെ ഈ ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നല്ല ഈ വെള്ളത്തിന്റെ ഒരു ഇത് നമുക്ക് വേണം എപ്പോഴും. ഈർപ്പം ഉണ്ടെങ്കിലേ നമുക്ക് കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ള സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു അനുഭവമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ കർഷകരും തയ്യാറാവുക. ഓക്കെ സാറേ, താങ്ക് യു. യെസ് സാർ, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംശയങ്ങൾ? കാരണം സോമൻ സാർ പറഞ്ഞു, ഞാനും പറഞ്ഞു, അതിലുപരി സ്വന്തമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന കർഷകരോട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം, 8:35, 8:40 നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ അൺമ്യൂട്ട് ആക്കിക്കൊണ്ട് ചോദിക്കാം. ഹലോ സാർ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഒന്ന് പേര് സ്ഥലവും ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങിക്കോളൂ. പേര് അഖിൽ എന്നാണ്. വീട് തിരുവനന്തപുരമാണ്. ഓക്കെ. അച്ഛനിവിടെ വാഴകൃഷി ചെയ്യുന്നുണ്ട്. അപ്പോ ചാണകപ്പൊടിയൊക്കെയാണ് സാധാരണ ഇട്ട് കൊടുക്കാറ്. പിന്നെ അതിന്റെ കൂടെ NPK വളങ്ങളും കൊടുക്കാറുണ്ട്. അപ്പോ നമ്മുടെ ഈ ഓർഗാനിക് വളം നമുക്കിപ്പോ ആ രാസവളത്തിന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമെന്നാണോ പറയണേ? തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും സാർ. അല്ല, ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരു റെക്കമെൻഡേഷൻ ഒക്കെ തന്നിട്ടുണ്ടല്ലോ, ഇത്ര നൈട്രജൻ, ഇത്ര ഫോസ്ഫറസ്, ഇത്ര പൊട്ടാഷ് ഒക്കെ വേണമെന്ന് പറയുന്നില്ലേ? അപ്പൊ അത്രയും നമുക്ക് ഈ ജൈവത്തിലൂടെ കൊടുക്കാൻ പറ്റുമോ? ജൈവത്തിലൂടെ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത, സാർ മുഴുവനായിട്ട് മീറ്റിംഗിൽ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇപ്പൊ കുറച്ചേ ആയിട്ടുള്ളൂ കയറിയിട്ട്. ഓക്കെ. നമ്മുടെ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ആണെന്നുള്ളത് ആർക്കും സംശയമില്ലല്ലോ. അതില്ല. രാസവളം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കൃത്രിമമായിട്ട് കൊടുക്കുന്നതിന് തുല്യമാണ്. പക്ഷെ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പൊ അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ആണെന്ന് പറയുമ്പോൾ മണ്ണിലും അതിനനുസരിച്ചുള്ള മൂലകങ്ങളുണ്ട്. പക്ഷെ എന്താണ് നമുക്ക് സസ്യങ്ങളിലേക്ക് സംഭവിക്കുന്നത്? എന്താണ്? മൂലകങ്ങൾ കൃത്യമായിട്ട് സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാക്ടീരിയകൾ ഇന്ന് നഷ്ടപ്പെട്ടിട്ടാണുള്ളത്. ഇപ്പൊ പഴയ രീതിയിൽ മണ്ണിരകൾ ഇന്നില്ലല്ലോ. അതെ. അപ്പൊ ആ ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ ബാക്ടീരിയകൾ ത്രൂ എന്തായിരുന്നു, നാച്ചുറൽ ആയിട്ട് സസ്യത്തിന് ആവശ്യമായ രീതിയിലുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കുമ്പോൾ സംഭവിക്കുന്നത്. അല്ല, എങ്കിലും ഇപ്പോ ഇത്രയും ആവശ്യമായിട്ടുള്ള നൈട്രജൻ ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കൊടുക്കാൻ മഴയൊക്കെ പറ്റും പെയ്യും. സാർ. ഞാൻ പറഞ്ഞല്ലോ 25 വർഷമായിട്ട് ഇന്ത്യയിൽ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ 5 വർഷമായിട്ട് ഞാൻ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സംസാരിച്ച സോമൻ സാർ ഏകദേശം 5 വർഷമായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഉപയോഗിച്ചവർക്കെല്ലാം 100% റിസൾട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ നമുക്കിപ്പോ അതൊരു പ്രാക്ടിക്കലി റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിടത്തും വന്നിട്ടില്ലല്ലോ. നമ്മളിപ്പോ ഞാനൊരു ഈ ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഒരു ലിങ്ക് വഴി കണ്ടിട്ടാണ് കേൾക്കുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോ വേറെ വല്ല യൂട്യൂബ് ചാനലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടല്ലേ പറയുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ ലെവലിലോട്ട് പോകുന്നില്ല? നമുക്കത് കൊമേഴ്സ്യൽ ലെവലിൽ ചെയ്യാമെന്ന്. പോകുന്നുണ്ടല്ലോ സാർ. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ മാത്രമാണ് കൊമേഴ്സ്യൽ ലെവലിലേക്ക് എത്താതിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സംശയങ്ങളാണ് കൂടുതൽ. നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല തയ്യാറാവുന്നത്, മറിച്ച് നമ്മൾ ആ പാരമ്പര്യമായിട്ട് കിട്ടിയ അറിവുകളെ നമ്മൾ ഇപ്പോഴും ചാണകപ്പൊടിയായാലും, ഇപ്പൊ ചാണകത്തിൽ പോലും ഞാൻ പറയുന്നത്, ചാണകത്തിൽ പോലും ഇന്ന് വരുന്ന ഓക്കെ അടക്കമുള്ള അമോണിയയും യൂറിയയും അടക്കമുള്ള ഓക്കെ കാലിത്തീറ്റകൾ അടക്കമുള്ള കഴിച്ച പശുവിൽ നിന്നും വരുന്ന ചാണകത്തിൽ പോലും ഇന്ന് ആവശ്യത്തിലുള്ള മൂലകങ്ങളില്ല. അതില്ല, അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ പാരമ്പര്യമായ രീതിയിൽ നമ്മൾ കിട്ടിയ അറിവ് നമ്മൾ അത് പ്രാക്ടിക്കലായി ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇന്ന് സാർ ഒരു ഒരു പരീക്ഷണം വേണമെങ്കിൽ നടത്തിക്കോളൂ. ഒരു പാത്രത്തിൽ ലേശം മണ്ണെടുക്കുക, അതിലേക്ക് കുമ്മായം ഇടുക, അത് മിക്സ് ചെയ്യുക, അതിലേക്ക് ഒരു മണ്ണിരനെ ഇട്ട് നോക്കുക. ആ മണ്ണിര നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ മണ്ണിര മരിച്ചു പോകും.
പക്ഷെ നമ്മളിപ്പോ റെക്കമെൻഡേഷൻ ചെയ്യുമ്പോ ഇത് കാരണം ഇത് റെക്കമെൻഡേഷൻ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാർഷിക മേഖല അഭിവൃദ്ധി നടക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലേ കൃഷി നമുക്ക് നഷ്ടമാണ് എന്ന രീതിയിലേക്ക് മാറ്റം വരുത്തി കൃഷിയിൽ നിന്നും ആൾക്കാർ പുറന്തള്ളുന്ന അല്ലെങ്കിൽ മാറ്റം വരുത്തി കൃഷി വേണ്ട എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറി വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കുമ്മായ ഇടുന്നത് മണ്ണിന്റെ pH മാറാൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ? അതാണ് അവിടെ ചെയ്യാതെ നിങ്ങൾക്ക് കുമ്മായം ഇടാതെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ pH ലെവൽ പോലും മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അത് വേണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവം എന്നതിലുപരി 100 കണക്കിന് കർഷകരുടെ നമ്പർ ഞാൻ തരാം. 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ വളങ്ങൾ മാത്രം 8 ഏക്കറിലേക്ക് 100 ഏക്കറിലേക്ക് 15 ഏക്കറിലേക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ നമ്പർ എനിക്ക് തരാൻ വേണ്ടി സാധിക്കും. പക്ഷെ മറ്റുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് തന്നെ സാറിന് വിശ്വാസം വരുന്നില്ല. പക്ഷെ സ്വന്തം അനുഭവം എന്നതിലുപരി വേറൊന്നും വരില്ലല്ലോ. ഓക്കെ ഓക്കെ, ആ അനുഭവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. പക്ഷെ അതിന് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഇത് അവസാനമായിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് ഉണ്ടാവും. പക്ഷേ സംശയങ്ങൾ എന്നതിലുപരി ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയുക, നമ്മുടെ മുന്നിൽ ഒരു ബിരിയാണി വെച്ചിട്ടുണ്ട്. ആ ബിരിയാണി വെച്ചതിലേക്ക് നമുക്കൊരു മാസ്ക് ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, നമ്മളൊരു മാസ്ക് ഇട്ടിട്ടാണ് ബിരിയാണിയുടെ മുന്നിൽ ഇരിക്കുന്നതെങ്കിൽ ആ ബിരിയാണിയുടെ മണമോ രുചിയോ നിറമോ നമുക്കൊന്നും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ അത് കഴിക്കുവാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ, മാസ്ക് മാറ്റി അത് കഴിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുമ്പോൾ നമുക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താണ് രുചി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിന് എരിവുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിന് പുളിയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അത്തരത്തിൽ നമ്മൾ അതിനെ തിരിച്ചറിയുവാൻ ആ മാസ്ക്, നമ്മുടെ മുന്നിലുള്ള ആ മാസ്ക് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ കൈകളിൽ മുറുകെ ഒരു സാധനം നമ്മൾ പിടിച്ചിട്ടുണ്ട്. എന്താണ്? പാരമ്പര്യമായി കിട്ടിയ ഒരു അറിവിനെ. ചാണകപ്പൊടിയെ നമ്മൾ ഇടുള്ളൂ, മറ്റൊന്നും നമുക്ക് വേണ്ട. അല്ലെങ്കിൽ വേറെ കുമ്മായം നമ്മൾ ഇടും, അതാണ് കൃഷി ഓഫീസർ പറയുന്നത്, അതിൽ നമ്മൾ മാറ്റം വരുത്തൂല എന്ന് പറയുന്ന ആ മാസ്കിനെ നമ്മൾ മാറ്റം വരുത്താൻ എപ്പോഴാണോ തയ്യാറാവുന്നത് അന്ന് നമുക്ക് സക്സസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഭാഗം നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. മറ്റുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾ വേറെ എന്ത് വളങ്ങളും കൊടുത്തോളൂ, കുറച്ച് ഭാഗത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ, അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കൂ എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ജയ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സാർ, പറയൂ. ജയ് സാർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ജെയ്സ് കല്ലുമ്പൽ. ഓക്കെ, അദ്ദേഹത്തിന് അറിയാൻ പറ്റിയതാണെന്ന് തോന്നുന്നു. വേറെ ആർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഹലോ. യെസ് ഹലോ. സാർ, ആരാണ്? ഈ ഉൽപ്പന്നങ്ങളുടെ വില വിവരം കൂടി ഒന്ന് പറഞ്ഞിരുന്ന ഉപകാരമായിരുന്നു. സാർ സംസാരിക്കുന്നത് എവിടെ നിന്നാണെന്ന് പറയാവോ? പേര്, സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് വർഗീസ്, തൃശ്ശൂര്. തൃശ്ശൂരാണ്. തൃശ്ശൂർ സോമൻ സാർ ഉണ്ട്, അദ്ദേഹത്തിന് നേരിട്ടൊന്ന് ബന്ധപ്പെടുത്തുള്ളൂ. ഇതിന്റെ വില നിലവാരം സാറിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വിളകളുടെ അനുസരിച്ചിരിക്കും നമുക്ക് വിലകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. വലിപ്പത്തിലുള്ളത് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വിളകൾ ഏതാണ്. നെല്ലിനാണെങ്കിൽ അതിന്റെ അനുസരിച്ചുണ്ടാവും, കവുങ്ങിനാണെങ്കിൽ, തെങ്ങിനാണെങ്കിൽ, ജാതിയാണെങ്കിൽ, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലാണ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്ലൈ ചെയ്യുന്ന, അതായത് മിക്സ് ചെയ്യുന്ന രീതികളൊക്കെ ഒന്നാണ്, പക്ഷെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സസ്യത്തെ നാം മനുഷ്യനായി കാണുക എന്നുള്ളതാണ്. ചെറുപ്പത്തിലുള്ള അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന പോലെയല്ലോ വലിയ ആൾക്കാർ കഴിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സസ്യങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ വളങ്ങൾ മാറ്റി മാറ്റി കൂട്ടി കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ വളർച്ചയ്ക്കനുസരിച്ച് കൊടുക്കാം. സോമൻ സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ സാർ. സാറേ, എന്റെ നമ്പർ 89 43 50 67 98. 89 43 89 43 50 67 98. ഓക്കെ, ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. 89 43 50 67 98. സോമൻ തൃശ്ശൂരാണ്. അദ്ദേഹം തൃശ്ശൂര്, കേരളം മുഴുവൻ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് കർഷകരിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? 8:45 ആവാൻ വേണ്ടി പോകുന്നു. നമുക്ക് അടുത്ത ഒരു ക്ലാസ് ഒന്നും കൂടി സാറാക്കാലോ സാറേ?
തീർച്ചയായും അടുത്ത ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചകളിലും നമ്മുടെ മീറ്റിംഗ് ഉണ്ടാവും. ആ അപ്പൊ ഞാൻ കുറച്ച് കർഷകരൊക്കെ നമുക്കിതിൽ ഓക്കെ 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 തീർച്ചയായും. ഓക്കെ സാർ. അപ്പൊ എന്നാ ഇതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന കർഷകരിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു അപേക്ഷ നമ്മൾ വെച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ അടുത്തുള്ള ഒരു കർഷകനെയെങ്കിലും നിങ്ങൾ ഈ ഒരു ഉൽപ്പന്നത്തെ മനസ്സിലാക്കുവാൻ, അവർ ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നിങ്ങൾക്കിപ്പോൾ ഇവിടെ പങ്കെടുത്ത ആൾക്കാരെല്ലാം ഇത് ഉപയോഗിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുവാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും വലിയൊരു കാര്യമായിരിക്കും എന്ന് മാത്രം ഇത് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു മീറ്റിങ്ങിനെ വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും ഒരു മീറ്റിംഗുമായി അടുത്ത ശനിയാഴ്ച നമുക്ക് കാണാം. ഒരിക്കൽ കൂടി ഈസ്റ്ററിന്റെ നല്ലൊരു ദിനമായ ഈസ്റ്ററിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് നത്സർ. താങ്ക് യു.